നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ നാട്ടിലെ BTS ആർമിക്ക് ഇപ്പോ ഒരു പെരുന്നാളിന്റെ പ്രതീതിയാണ്. കാരണം മറ്റൊന്നുമല്ല, ലോകത്തെ ആവേശം വിളിച്ച ആ കൊറിയൻ പട നമ്മുടെ സ്വന്തം BTS ഇപ്പോൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ പിള്ളേരെ കാണാനില്ലായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ. അവരൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചാൽ അവർ കൊറിയൻ മിലിറ്ററിയിൽ നിർബന്ധിത സേവനത്തിലായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പട്ടാളത്തിൽ ചേരുന്ന പോലെ അവിടെയുള്ള ഓരോ ആണിനും അത് നിർബന്ധമാണ്. ചക്രവർത്തി ആയാലും ശരി, BTS ആയാലും ശരി, നാടിനു വേണ്ടി തോക്കെടുക്കാൻ അവർ ഇറങ്ങണം. ജിന്നും ജയഹോപ്പും ആറമ്മും ഒക്കെ ഓരോരുത്തരായി ആ യൂണിഫോം ഊരി വെച്ച് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ്. സാധാരണ ഏതൊരു ബാൻഡും 2-3 വർഷം ഗ്യാപ്പ് വന്നാൽ പണി പാടും, ആളുകൾ അവരെ മറക്കും. പക്ഷെ BTSന്റെ കാര്യം അങ്ങനെയല്ല. അവർ തിരിച്ചു വന്നപ്പോഴും അവരുടെ ആവേശത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ആ പഴയ കൃത്യനിഷ്ഠയും ആവേശവും ഒക്കെ അവർ വീണ്ടും ഒന്നിച്ചപ്പോൾ ലോകം മൊത്തം അത് ആഘോഷമാക്കി. ആ പടത്തോലന്മാരുടെ തിരിച്ചറിവ് ഒരു 1.5 മാസത്തിൽ തന്നെയായിരുന്നു. തിരിച്ചു വന്ന പാടെ അവർ വെറുതെ ഇരുന്നില്ല. എല്ലാവരും കൂടി ഒന്നിച്ചുള്ള പുതിയ ആൽബം ഉണ്ടോ, എന്റെ പൊന്നോ, അത് വേറെ ലെവൽ ഐറ്റമാണ്. ആ പഴയ എനർജിയും പുത്തൻ സ്റ്റൈലും കൂടിയായപ്പോൾ ചാർട്ട് ബസ്റ്ററുകൾ ഓരോന്നെ തകരുകയാണ്. നമ്മുടെ ലാലേട്ടന്റെ പുതിയ സിനിമ ഇറങ്ങിയാൽ കാണുന്ന ഒരു തിരക്കില്ലേ, അതിനേക്കാൾ വലിയ തിരക്കാണ് സോഷ്യൽ മീഡിയയിൽ ഈ ആൽബത്തിന് വേണ്ടി നടക്കുന്നത്. സൈന്യത്തിൽ പോയി വന്നപ്പോൾ അവരുടെ പാട്ടിനും ഡാൻസിനും ഒരു പ്രത്യേക ഗാംഭീര്യം കൈവന്നത് തോന്നുന്നുണ്ട്. അപ്പോ BTS ആർമിക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. അവർ വീണ്ടും ഒന്നിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഈ തിരിച്ചുവരവിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിമിഷം ഏതാണ്? അത് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. BTSനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ആ കട്ട ഫാൻ കൂട്ടുകാരന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തേക്കൂ. ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ ശരി, അടുത്ത കിടുക്കാച്ചി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.